നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. കേരളത്തിലെ കുംഭമേള നടക്കുന്ന തിരുനാവായക്കടുത്തുകൂടി ഒഴുകുന്ന നിളാ നദിയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടുകാണും. എന്നാൽ നിളയുടെ മാഹാത്മ്യം ഇത്രമേൽ മനസ്സിലാക്കി അവതരിപ്പിച്ചിരിക്കുന്ന മുബീന നിള എന്ന എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായിട്ടുള്ള ഒരു കുട്ടിയുടെ പോസ്റ്റ് കാണാനിടയായി. മുസ്ലിം മതത്തിൽ ജനിച്ച് നിളയെയും ഹൈന്ദവ സംസ്കാരത്തെയും ആഴത്തിൽ സ്നേഹിക്കുന്ന ഈ കുട്ടിയുടെ പോസ്റ്റ് ഒന്ന് വായിക്കാം. നിളയിലെ ആരതിയും ആരവവും കാണാൻ ഇന്നലെ ഈ നിളയും നേരിട്ടൊന്നു പോയി. പോകില്ലെന്ന് വിചാരിച്ചിട്ടും സാഹചര്യം പ്രതികൂലമായിട്ടും നിള അങ്ങോട്ടെത്തിച്ചുവെന്ന് പറയാം. അതേതായാലും ജീവിതത്തിലെ അപൂർവ സുന്ദര മുഹൂർത്തമായി. അതും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുകയും കിഴക്ക് ചന്ദ്രൻ ഉദിക്കുകയും ചെയ്ത ത്രിസന്ധ്യ നേരത്ത് മനുഷ്യരുടെ പാപവും കണ്ണീരും നിണവും ചൂഷണവുമൊക്കെ ഏറ്റുവാങ്ങി ദുഃഖപുത്രിയായ നിളയെ എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊരു ഉത്സവ വൈബിൽ കണ്ട സന്തോഷം പങ്കുവെക്കട്ടെ. കുറ്റിപ്പുറം മുതൽക്കങ്ങോട്ട് 7 കിലോമീറ്ററോളം വഴിയിൽ നേരിട്ട അപാരമായ ബ്ലോക്കും ആൾത്തിരക്കുമെല്ലാം കണ്ടിട്ട് തിരിച്ചു പോരാൻ പലപ്പോഴും പ്ലാനിട്ടെങ്കിലും എന്തോ കാന്തിക ശക്തി എന്നെ അങ്ങോട്ട് എത്തിച്ചു. അങ്ങേത്താരായിരുന്നാലും അണിയറയിൽ ആത്മീയപരമായി പ്രവർത്തിക്കുന്ന ഗുരു കാരണവന്മാരുടെയും ശക്തികളുടെയും താല്പര്യമായിരുന്നു അതെന്ന് അവിടെ ചെന്നപ്പോൾ ബോധ്യമായി. കാണാൻ കഴിയുന്ന ആളുകൾക്കിടയിൽ ദിവ്യാത്മാക്കളുടെ അദൃശ്യ സാന്നിധ്യം കൊണ്ട് ധന്യതയിലായെന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാക്കുമെന്നറിയാമെങ്കിലും അത് പറയാതെ വയ്യ. അവിടുന്ന് കിട്ടിയ എനർജി സപ്പോർട്ട് കൊണ്ട് എന്നെ സംബന്ധിച്ച് മാഘ മഹോത്സവം അനുഗ്രഹമായി. അതിന്റെ മതമോ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. അതിൽ ചർച്ച ചെയ്യാൻ താല്പര്യവുമില്ല. ഹജ്ജിന് പോകുന്ന ഓരോ വ്യക്തിക്കും അവിടെ വ്യത്യസ്ത അനുഭവങ്ങളും വിലയിരുത്തലുകളും ആണെന്ന പോലെ ഇതിനെയും കാണുന്നു. വിവേചനം കൂടാതെ എല്ലാ മനുഷ്യർക്കും നിളയിൽ ഒത്തുകൂടാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ സന്തോഷം. മഹശ്ശറയിൽ എന്ന പോലെ പൊരിവെയിലത്തും മനുഷ്യർ ക്ഷമയോടെ കാത്തിരിക്കുന്ന കൗതുക കാഴ്ച. പ്രത്യേക മതരാഷ്ട്രീയ സംഘടനകളുടെ ഭാഗമാകാനോ വലിയ ആൾക്കൂട്ടങ്ങളിലും ആചാരങ്ങളിലും പങ്കുചേരാനും പൊതുവെ വിമുഖത കാട്ടുന്ന ആത്മീയ ഗുരുവിനെയും നിർബന്ധിച്ച് കൂടെ കൂട്ടിയായിരുന്നു യാത്ര. ജീവിതവും മരണവുമില്ലാത്ത നരകിച്ച അവസരത്തിൽ രക്ഷകനായിട്ട് അവതരിച്ച ആ മനുഷ്യനെ ആദ്യമായി നേരിൽ കണ്ടതും കുറ്റിപ്പുറത്തെ നിളയോരം പാർക്കിൽ നിളയെ സാക്ഷിയാക്കിയാണെന്നതും നിമിത്തം. അദ്ദേഹം കൂടി അഡ്മിനായ നിളയോരം വാട്സാപ്പ് സൗഹൃദ ഗ്രൂപ്പിലെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സാഹസമെന്ന് പറയാം. എന്നിരുന്നാലും അവിടെ ഫീൽ ചെയ്ത പോസിറ്റീവ് എനർജിയിൽ മൂപ്പരും ഹാപ്പിയാണ്. ഉള്ളിലുള്ള ദിവ്യപ്രകാശത്തിലും ശക്തിയിലും ശ്രദ്ധിക്കാതെ ആളുകൾ പുറമേ വേഷം കെട്ടി നടക്കുന്നതിലാണ് നീരസം. പറഞ്ഞ് ഫലിപ്പിക്കാനാവാത്ത മിസ്റ്റിക് അനുഭവങ്ങൾ മിണ്ടാതിരുന്നതും അറിയാതെ പകരുന്നതും ബുദ്ധിയെന്ന് കരുതുന്നയാൾ. എന്നാൽ എത്ര മറയിട്ട് നടന്നാലും അകക്കണ്ണ് തുറന്നോർക്ക് ബോധോദയം സിദ്ധിച്ചവരെ കണ്ടാൽ എളുപ്പത്തിൽ മനസ്സിലാകും എന്നതിന് ഇന്നലെ നിളാതീരവും സാക്ഷിയായി. തവനൂർ ബ്രഹ്മക്ഷേത്ര പരിസരത്തിലൂടെ ഞങ്ങൾ ഇറങ്ങിയിടത്തു നിന്ന് നോക്കുമ്പോൾ ദൂരെ ആൾക്കൂട്ടത്തിൽ നിന്നൊഴുകിയെത്തുന്ന ഒരു സ്വാമിയിലേക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി. എനർജി കണക്ഷൻ ഫീൽ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചെങ്കിലും അവരെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് രവിയേട്ടൻ തടഞ്ഞു. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള സൂഫി ചങ്ങാതി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവരെന്തൊക്കെയോ സംസാരിച്ച ശേഷം ചങ്ങാതി വിളിച്ചത് പ്രകാരം ഞങ്ങളും അടുത്തുപോയി. വളരെ തേജസാർന്ന മുഖവും ശാന്തപ്രകൃതവും മനോഹരമായ സംസാരവും. ഒരുപാട് വർഷമായി വാരാണസിയിലാണെന്ന് പറഞ്ഞു. അന്നേരം മാറി നിന്ന രവിയേട്ടൻ ആരാണെന്നോട് തിരക്കിയത് അടുത്ത് വിളിച്ചിട്ട് ഏറെ ആദരവോടെ ആത്മീയ വഴിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതും അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞൊഴിയാൻ നോക്കിയ രവിയേട്ടനോട് ജ്വലിക്കുന്ന ദീപത്തെ എന്തിലെങ്കിലും അടച്ചുവെച്ചാൽ അതിലെ അഗ്നി അണഞ്ഞു പോവുകയേ ഉള്ളൂ. അതിനെ ലോകത്തിന് ഗുണത്തിനായി തുറന്നു വെക്കൂ എന്നുപദേശിച്ചതും ഇഷ്ടമായി. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യം സ്വാമിയിലൂടെ
പുറത്തു വന്ന് കണ്ടതിലുള്ള ആശ്വാസം. കേരള കുംഭമേള എന്ന പേരിൽ മാഘമാസത്തിൽ അമാവാസി മുതൽ പൗർണമി വരെ നിളയിൽ നടത്തുന്ന ആരതിയും സ്നാനവും മറ്റു പൂജകളും ഹോമങ്ങളുമൊക്കെ ഉൾക്കൊണ്ട മഹോത്സവം തുടങ്ങിയ അവസരത്തിൽ കോട്ടയത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠന കോഴ്സിന്റെ ആവശ്യാർത്ഥം പോയിരിക്കുകയായിരുന്നു ഞാൻ. അവിടുന്ന് തിരിച്ചെത്തി ഇന്നലെ പെരിന്തൽമണ്ണയിൽ വന്ന് വളാഞ്ചേരി അടുത്തൊരു മ്യൂസിക് പ്രോഗ്രാമിന് പോകേണ്ട ആവശ്യം വന്നപ്പോൾ ആ കൂട്ടത്തിൽ നിളയിൽ ചില സുഹൃത്തുക്കളെ കാണാനും അവിടെ ചെല്ലാനും അപ്രതീക്ഷിതമായി അവസരം ഒരുങ്ങുകയായിരുന്നു. തിരക്കിലേക്കൊന്നും പോകാതെ നിളയുടെ നടുക്ക് വെള്ളമില്ലാതെ കാട് പിടിച്ചൊരു ഭാഗത്ത് നിളയോരം ഗ്രൂപ്പിലെ ചില ആത്മമിത്രങ്ങൾക്കൊപ്പം നിശബ്ദയായി നിലാവ് കണ്ടിരുന്നു. തൊട്ടടുത്ത സോപാന സംഗീതവും മന്ത്രധ്വനികളും ചേർന്ന സ്വരരാഗലയത്തിൽ സർവം മറന്നിരുന്നു. കൂട്ടത്തിൽ അവിടമാകെ പരന്നിട്ടുള്ള സവിശേഷ താന്ത്രിക എനർജി വൈബിൽ മതിമറന്നു. വെള്ളത്തിൽ സ്നാനം ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിലും നല്ലൊരു എനർജി ബാത്ത് കിട്ടിയ അനുഭൂതിയിലായി. നിള ഏതായാലും ആനന്ദത്തിലും നിർവൃതിയിലുമാണെന്നത് പ്രായലിംഗഭേദമന്യേ അവിടെ കൂടിയ നാനാജാതി മത മനുഷ്യരെ നിരീക്ഷിച്ചതിൽ സുവ്യക്തം. ദൂരെ നിന്ന് വരുന്നവർക്കായി പ്രത്യേക വിശ്രമ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ ഇരുന്നിട്ടും ഉള്ളതുകൊണ്ട് ഓണം പോലെ തൃപ്തിപ്പെടാനുള്ള സന്നദ്ധത എത്തിച്ചേർന്ന ആത്മസഞ്ചാരികളിൽ പ്രകടമായി കണ്ടത് ശ്രദ്ധേയം. നാനാദേശത്തു നിന്നും ഒഴുകിയെത്തിയ ഭക്തരുടെ ഉള്ളകം ആനന്ദത്തിലും ഊർജത്തിലുമായി നിറഞ്ഞുകണ്ട ഉത്സാഹം. കൂട്ടത്തിൽ നിളയെ പുകഴ്ത്തിയതുകൊണ്ടോ പൂജിച്ചതുകൊണ്ടോ മാത്രം അവളോടുള്ള ഭക്തി പൂർണ്ണമാവില്ല. വേണ്ട വിധത്തിൽ മണലെടുക്കാതെ കാടും മരുഭൂമിയുമൊക്കെയായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിളയെ വെള്ളമുള്ള പുഴയാക്കാനും മലിനപ്പെടുത്താതെ സംരക്ഷിക്കാനും കൂടി പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദുരുപയോഗം ചെയ്താൽ പ്രകൃതി വികൃതി കാണിക്കുമെന്ന ജാഗ്രത വേണമെന്ന ഉണർത്ത്. മണ്ണിലും മനസ്സിലും കനിവിന്റെ ഉറവ പകർന്ന് വരളാതെയും പ്രളയമാവാതെയും പ്രശാന്ത സുന്ദരമായി ഒഴുകട്ടെ അവൾ നിത്യം. ത്രിമൂർത്തി മലയിൽ നിന്നുത്ഭവിച്ച് ത്രിമൂർത്തി സംഗമ ഭൂമിയും കടന്ന് അറബിക്കടലിലേക്കുള്ള അവളുടെ വഴി തടയാൻ ആർക്കും ഒന്നിനും ആവില്ലെന്നതാണ് സത്യം. എത്ര മനോഹരമായി നിളയെ വർണ്ണിച്ച് മുബീന നിള ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് നന്ദി മുബീന നിള.